ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് 04931200916. മാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കൂട്ടുംപാടം. നിലമ്പൂർ നഗരസഭയിൽ ഭൂമി തരം മാറ്റി നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി. നഗരസഭാ ചെയർമാന്റെ അറിവോടെ ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നു. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. അതായത് സർക്കാർ പറയുന്നത് ഇങ്ങനെ ഭൂമി തരംതിരിച്ചു കൊടുക്കുമ്പോൾ നിയറസ്റ്റ് ഭൂമിയുടെ വാല്യൂ കണക്കാക്കി. നിയറസ്റ്റ് ഭൂമി എന്ന് പറഞ്ഞാൽ പഴയ ജ്യോതി തിയേറ്ററിൽ നിൽക്കുന്ന ഭാഗമാണ്, നിലമ്പൂർ ടൗണിലാണ്. ജ്യോതി തിയേറ്ററിൽ നിൽക്കുന്ന ഭൂമിയുടെ ഫെയർ വാല്യൂ കണക്കാക്കി അതിന്റെ 10% ഈ വ്യക്തി സർക്കാരിലേക്ക് അടക്കേണ്ടത് ഏകദേശം 80 ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും കോക്കസും ഉൾപ്പെടുന്ന ടീമുകൾ ഇതില്ലാതാക്കിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാനും കൂട്ടാളികളും ചേർന്നുകൊണ്ട് സർക്കാരിലേക്ക് കിട്ടേണ്ട 80 ലക്ഷം രൂപയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനകത്ത് നഗരസഭാ ചെയർമാനും നഗരസഭയിലെ ഉന്നതന്മാരായിരിക്കുന്ന ഭരണകക്ഷിക്കാർക്കും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ വില്ലേജ് അധികാരികൾക്കും വ്യക്തമായ പങ്കുണ്ട്. അത് അന്വേഷിക്കണം. അതിലെ യഥാർത്ഥ സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കണം. സംസ്ഥാന ഗവൺമെന്റിന് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ പണം തിരികെ പിടിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കണം. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പഴയ ജ്യോതി തിയേറ്ററിന് സമീപം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാതെ കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി തഹസിൽദാർക്ക് നൽകിയ കത്ത് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറിൽ കൂടുതലുള്ള നിലം ഭൂമി ക്രമവൽക്കരിച്ച് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പ്രകാരം കരഭൂമിയാക്കി മാറ്റാൻ കഴിഞ്ഞ വർഷം തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസർ നിരസിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടുന്ന കോക്കസിന്റെ അറിവോടെ ഈ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനു വേണ്ടി കയ്യേറ്റം ഒഴിപ്പിക്കാതെ ഒഴിപ്പിച്ചെന്ന് കാണിച്ച് റവന്യൂ വകുപ്പിന് കത്ത് നൽകിയത്. ഇത് കാരണം ഈ സ്വകാര്യ വ്യക്തി സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്ന 80 ലക്ഷത്തോളം രൂപ സർക്കാരിന് നഷ്ടമായിരിക്കുകയാണ്. നിയമപ്രകാരം കരഭൂമിയാക്കി തരം മാറ്റുമ്പോൾ തൊട്ടടുത്ത ഭൂമിയുടെ ഫെയർ വാല്യൂ കണക്കാക്കി അതിന്റെ 10% സർക്കാരിലേക്ക് അടവാക്കണം. എന്നാൽ നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന കത്ത് സെക്രട്ടറിക്ക് നൽകിയത് കാരണം ഈ വ്യക്തിക്ക് വലിയ തുക ലാഭമുണ്ടാക്കി നൽകുകയും സർക്കാരിന് 80 ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനു പുറമെ കയ്യേറ്റ ഭൂമി നിലവിൽ ഒഴിപ്പിക്കാത്തതിലും വൻ അഴിമതിയുണ്ട്. പ്രസ്തുത ഭൂമിയോട് ചാരിയൊഴുകുന്ന തോടിന്റെ പാർശ്വഭിത്തി പ്രവൃത്തി മുമ്പ് നടത്തിയതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കെട്ടിയ പാർശ്വഭിത്തി മഴ പെയ്തപ്പോൾ പരിപൂർണമായും തകർന്നു വീണു. കരാറുകാരനുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടും അന്വേഷിക്കണം. കഴിഞ്ഞ 2021 മുതൽ 25 വരെ നഗരസഭാ പരിധിയിൽ നടന്ന നിലം കരഭൂമിയാക്കി മാറ്റിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയും വൻ ക്രമക്കേടും നടന്നിട്ടുണ്ട്. ഇത് മുഴുവനും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ റവന്യൂ വകുപ്പ് മന്ത്രിമാർക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ, വിജിലൻസ് മേധാവിക്കും പരാതി നൽകും. പ്രസ്തുത ഭൂമിയിലെ നഗരസഭയുടെ കയ്യേറിയ ഭൂമി വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. 1-ാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.